അമ്മായിന്റെ മോന്റെ കുടിയിരിക്കലാണ്. എന്തെങ്കിലും പ്രസന്റേഷൻ കൊണ്ടുപോണ്ടേ? ആ, അരക്ക് മെഷീൻ വാങ്ങിക്കൊടുക്കാം. ആ, പിന്നെ ഫ്രിഡ്ജുണ്ട്, അതുപോലെ മിക്സി, ഫാൻ, ടേബിള്, ബെഡ്, കട്ടില്, ആ, കസേരകള്, ഗ്ലാസുകൾ, പ്ലേറ്റുകൾ, അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഒക്കെ ഓരോരുത്തരിങ്ങനെ പ്രസന്റേഷനായി കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അല്ലേ, കുടിയിരിക്കലിന്. ആ, അങ്ങനെ എല്ലാ ബന്ധുക്കളും കൂട്ടുകാരും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ വന്ന് പരിപാടിയൊക്കെ ഭംഗിയാക്കി നടത്തി പിരിഞ്ഞു പോയ ശേഷം ആ പ്രസന്റേഷനുകളൊക്കെ നോക്കുമ്പോഴാണ് 10 സീലിംഗ് ഫാൻ. വീട്ടിലാകെ 3 റൂമാണ്, 10 സീലിംഗ് ഫാൻ. പിന്നെ ചുമരുമ വെക്കുന്ന സൈസ് 2 കിട്ടീന്. അതുപോലെ അരക്ക് മെഷീനോ 2 ആള് കൊണ്ടുവന്നിട്ട്, പിന്നെ ഫ്രിഡ്ജോ അതും കൊണ്ടുവന്നിട്ട് 2 ആള്. പിന്നെ മറ്റേ കുപ്പി ഗ്ലാസുകൾ, ജ്യൂസിന്റെ ഗ്ലാസുകൾ, അതിഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഈ ചെറുകിടക്കാര്, അതായത് ചെറിയൊരു ബന്ധത്തിന്റെ പേരിലൊക്കെ കുടിയിരിക്കലിന് വരുന്നവര് എങ്ങനെ ഇപ്പൊ കയ്യും വീശി പോവുക എന്നും പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന സാധനമാണ് ഈ ഈ ജ്യൂസ് ഗ്ലാസുകളും, അതുപോലെ കുറച്ച് പ്ലേറ്റുകളും, പിന്നെ ക്ലോക്കുകളും. ഇവരാണ് ഈ ക്ലോക്കിന്റെ ആളുകൾ. എന്നിട്ടോ ആ വീട്ടിലേക്ക് ഒരു 15 ക്ലോക്ക് ഇതാണ്ടാവുക. എവിടെയാണ് ഇതൊക്കെ പാടെ വെക്കുക? അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ ഒരു കാര്യം പറയാനുണ്ട്. ഒരാൾ നമ്മളെ ഗൃഹപ്രവേശത്തിന്, കുടിയിരിക്കലിന് വിളിച്ചാൽ പ്രസന്റേഷൻ കൊണ്ടുപോയി കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ അത് വസ്തുവായി കൊടുക്കാതിരിക്കുക. പിന്നെയോ, നിങ്ങൾ എന്താണോ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ അതിൻ്റെ വില അദ്ദേഹത്തിന് പണമായി കൊടുക്കുക. ഉദാഹരണം പറഞ്ഞാൽ 3800 രൂപയുടെ ഒരു ബെഡ് നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അതിലേക്ക് ഒരു 1200 കൂടി കൂട്ടിയിട്ട് ഒരു 5000 ഉറുപ്യ തികച്ച് അദ്ദേഹത്തിന് കവറാക്കി കൊടുക്കുക. നിങ്ങൾ 17,000 രൂപയുടെ ഒരു ഫ്രിഡ്ജാണ് വാങ്ങിക്കൊടുക്കാൻ ഉദ്ദേശിച്ചതെങ്കിൽ അതൊരു 20,000 ആക്കിയിട്ട് ഒരു കവറാക്കി കൊടുക്കുക. നിങ്ങൾ ഒരു 12,000 രൂപയുടെ അലക്ക് മെഷീനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിലേക്ക് ഒരു 3,000 കൂട്ടിയിട്ട് ഒരു 15,000 ആക്കി അദ്ദേഹത്തിന് കവറാക്കി കൊടുക്കുക. ഈ ക്ലോക്കുകാരൊക്കെ ഒരു 150 റുപ്യ, 200 റുപ്യ, 300 റുപ്യ, 500 റുപ്യൻ്റെ ഒക്കെ ക്ലോക്കാണ് കൊണ്ടുവരിക. അവര് ആ ക്ലോക്കുകളൊന്നും വേണ്ടെന്ന് വെച്ച് ക്ലോക്ക് വാങ്ങാൻ വിചാരിച്ചവര് ഒരു 500 റുപ്യ അദ്ദേഹത്തിന് കൊടുക്കുക. ഈ കുപ്പി ഗ്ലാസ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ആളുകൾ അതിൻ്റെ വില എത്രയെന്ന് നോക്കിയിട്ട് അതിലേക്ക് കുറച്ച് പൈസ കൂട്ടിയിട്ട് റൗണ്ടാക്കി അദ്ദേഹത്തിന് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ 2 ഗുണമാണ്. ഒന്ന്, നിങ്ങൾ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന പ്രസന്റേഷൻ ഉണ്ടല്ലോ, അത് കൊണ്ടുവരുന്ന വണ്ടിക്കൂലി നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. ഒരു വണ്ടിയും പിടിച്ചേച്ച് അതിൽ കയറ്റിയിട്ട് അതൊക്കെ കൊണ്ടുവന്ന് ഓനൊരു 500 1000 ഒക്കെ വണ്ടിക്കൂലിയും കൊടുത്ത് അതൊക്കെ ഒഴിവായി കിട്ടും. അത് ക്യാഷായിട്ട് കൊണ്ടുപോവുക. രണ്ടാമത്തെ ലാഭം, ഈ കൊണ്ടുവരുന്നതൊന്നും വേസ്റ്റായി പോവില്ല. അതെന്താ? ഇപ്പോൾ 3 റൂമുള്ള ഒരു വീടാണ്, അതിലേക്കാണ് 10 സീലിംഗ് ഫാനും 2 ചുമരുമത്തെ ഫാനും. വേസ്റ്റായില്ലേ? ഇനി അയാൾ അത് കൊടുക്കെ കൊണ്ടുപോയി വിൽക്കണം. എത്ര ബുദ്ധിമുട്ടാണ്. അതേപോലെ 2 വാഷിംഗ് മെഷീൻ, 2 ഫ്രിഡ്ജ്, ഇങ്ങനെ ആവശ്യത്തിലധികം സാധനങ്ങൾ അന്ന് കുടിയിരിക്കുന്ന വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അതൊക്കെ വേസ്റ്റായി പോവുക. അതേസമയം ആ വീട്ടുകാരൻ ആ പണി അങ്ങ് പൂർത്തിയാക്കിയപ്പോൾ ലക്ഷങ്ങളുടെ കടബാധ്യതയുള്ള ആളായിരിക്കും മിക്കവാറും. മിക്ക ആളുകളും അങ്ങനെയാണ്. നമ്മളെ അനുഭവങ്ങളൊക്കെ അങ്ങനെയാണ്. മിക്ക ആളുകളും കടം കൊണ്ട് കുടുങ്ങി വലഞ്ഞിരിക്കുന്നുണ്ടാവും. അവർക്ക് ആ സമയത്ത് ഈ വസ്തുക്കൾ കൊടുക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുക നിങ്ങൾ പണം നൽകുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ പണം കൊടുത്താൽ അന്ന് അദ്ദേഹത്തിന് ലക്ഷങ്ങളുടെ വരുമാനം ഉണ്ടാവും.
അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ, വീട്ടിലേക്ക് വേണ്ട ഉപകരണങ്ങളൊക്കെ അദ്ദേഹം ആ ക്യാഷ് കൊടുത്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് നോക്കി വാങ്ങി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചോട്ടെ. ഒന്നും വേസ്റ്റ് ആവേണ്ട, ആവശ്യത്തിനുള്ള മാത്രം വാങ്ങുക. ബാക്കി വരുന്ന പണം അദ്ദേഹത്തിന് കടം വീട്ടാൻ ഉപയോഗിക്കാം. വളരെ നല്ല ഒരു കാര്യമായിരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. നല്ലതിനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.